റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. എന്റെ പേര് ശ്രീഹരി രാജേഷ്. ഞാൻ തേവര കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം സ്റ്റുഡന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ജെൻസി ആണ് അല്ലേ? അതെ കൃത്യം പറഞ്ഞാൽ 2 വർഷം മുന്നേ ഞാൻ ശ്രീഹരി ഒന്ന് വിളിച്ചിട്ടുണ്ട്. അതെ. അന്ന് ശ്രീഹരിയുടെ ഒരു ഹച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിം ആണ് ഇന്റർനാഷണൽ ലെവലിൽ പോയത്. വൻ പുലിയാണ് എന്റെ കൂടെ ഇരിക്കുന്നത് അല്ലേ? അതെ. ഇന്ന് ഞാൻ ശ്രീഹരിയെ വിളിച്ചിരിക്കുന്നത് ഷോർട്ട് ഫിലിമിന്റെ കാര്യത്തിനല്ല, ഒരു ഡോക്യുമെന്ററിയുടെ കാര്യത്തിനാണ്. അതെ. സാധാരണ ഇപ്പൊ ജെൻസിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ആൾക്കാർ അടച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാന്ന്. അങ്ങനെ ശ്രീഹരിക്ക് തോന്നിയിട്ടുണ്ടോ? ആളുകള് പറയുന്നത് കേട്ടിട്ടുണ്ട്. എല്ലാവരും സ്വന്തം കാര്യമേ ഉള്ളൂ, മറ്റേ ചുറ്റും നടക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു ടോക്ക് കേട്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു സോഷ്യലി ആളുകൾ ഈ പറഞ്ഞ പോലെ കമ്മിറ്റഡ് ആണ്. പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ മൊബൈൽ ഇല്ല, ഡിജിറ്റൽ ഇതില്ല, അപ്പൊ ആളുകൾക്ക് വിസിബിൾ ആണ് ഈ പറഞ്ഞ പോലെ. മീൻസ് ലൈഫ് അല്ല ഇതിപ്പോ കുറെ ഡൈവേർഷൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോ ആളുകൾ ചിലപ്പോ കാണുന്നുണ്ടാവില്ല. എന്നാലും സോഷ്യലി ഏതെങ്കിലും രീതി എല്ലാവരും ഒരേ രീതിയിൽ സോഷ്യലി കമ്മിറ്റഡ് ആവണമെന്നില്ലല്ലോ. ഇപ്പൊ പല രീതിയിലൂടെ ആയിരിക്കാം. താങ്കളുടെ വിസിബിൾ ആയിട്ടുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് ഈ ഡോക്യുമെന്ററി അൺസങ് ഹാൻഡ്സ്, അതായത് അൺസങ് ഹീറോസ് എന്നൊക്കെ പറയുന്ന പോലെ. അതെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് എല്ലാ അഡൽട്സും കണ്ടിരിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞാനത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്കതാ തോന്നിയത്. അല്ല, നമ്മള് ബേസിക്കലി ഒരു പബ്ലിക്കിന് വേണ്ടി തന്നെയാണ്. ഇപ്പൊ പബ്ലിക്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഏതൊരു സിറ്റിസണും കണ്ടിരിക്കേണ്ടതാണ്. ഈ ചേട്ടനെയും ചേച്ചിയും താങ്കൾ പിന്തുടരുകയായിരുന്നു ഇതിനു വേണ്ടിയിട്ട്? അതെ, ഞാൻ ചെറുപ്പം മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ ഇവരെ കാണുന്നതാണ്. മുരുകനും സുനിത രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണ്. അപ്പോ ഇവരുടെ അടുത്ത് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു ഡോക്യുമെന്ററി. അപ്പൊ ഒരു ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പൊ കുറച്ചൊരു 10 ദിവസം എടുത്ത് ഇവരുടെ ഒപ്പം പോയി വേസ്റ്റ് എടുക്കാനും അതുപോലെ തന്നെ അവര് വേസ്റ്റ് കളക്ട് ചെയ്ത് വെക്കുന്ന സ്ഥലത്തൊക്കെ കൂടെ പോയി. അപ്പൊ അങ്ങനെ ഷൂട്ട് ചെയ്തൊരു ഡോക്യുമെന്ററിയാണ്. ഈ പിയാന്റെ കോളനിയിലെ 2 ഹരിത കർമ്മസേനയിലെ ചേട്ടന് ചേച്ചിയാണല്ലോ. അവിടെ തന്നെ എനിക്ക് നല്ല പരിചയമുള്ള ഒരു പുഷ്പ എന്ന ചേച്ചിയുണ്ട്. അതുകൊണ്ട് ഇവരുടെ റുട്ടീൻ എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്ന് പറയോ? അത് ഈ ഡോക്യുമെന്ററി കാണിക്കുന്നുണ്ട്. ഇവര് ഒരു നൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ്, ഒരു വെളുപ്പിന് 2-3 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവര് ഇറങ്ങുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. നമ്മുടെ വീടുകളുടെ പുറത്തൊക്കെ നമ്മൾ ബക്കറ്റിൽ വേസ്റ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ പിന്നീട് ഇവരുടെ ജോലി വരുന്നത് രാവിലെ ആകുമ്പോഴാണ്. കോർപ്പറേഷന്റെ വണ്ടി വരുമ്പോ ഈ രാത്രി മുഴുവൻ കളക്ട് ചെയ്ത് വെക്കല് മാത്രമല്ല, ഈ വണ്ടിയിൽ കയറ്റി വിടുകയും കൂടി ചെയ്യണം. പിന്നെ പ്ലാസ്റ്റിക് ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലാണ് വരുന്നത്. അപ്പോ പ്ലാസ്റ്റിക് വേസ്റ്റ് വന്നിട്ട് കളക്ട് ചെയ്യണം. അതും ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെ. അത് ടൈം വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം ഇവര് പണി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം നമുക്ക് കിടന്നുറങ്ങാൻ പറ്റൂല. ആളുകളൊന്നും അറിയുന്നില്ല സത്യം പറഞ്ഞു. ഇപ്പൊ നമ്മൾ വേസ്റ്റ് വെക്കുന്ന ഒരാൾ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന ആളുകൾക്ക് അറിയാം. പക്ഷെ കൂടുതൽ ആളുകൾക്കും ഈ പറഞ്ഞ പോലെ അത് ആരാണ് കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആളുകളും സത്യം പറഞ്ഞാൽ വീട്ടിൽ ആരാണ് വന്ന് വേസ്റ്റ് എടുക്കുന്നതെന്ന് പോലും കാണുന്നുണ്ടാവില്ല. അവരെങ്ങനെ വന്ന് എടുക്കുന്നു, മഴയത്താണോ ഇല്ലത്താണോ ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോ ഡോക്യുമെന്ററിയിലൂടെയും ഞാൻ അതൊന്ന് എനിക്ക് കാണിക്കണം എന്ന് തോന്നി. ഇതിൽ കുറച്ച് ഇൻസൈറ്റുകൾ ഉണ്ട്, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ബാഗുകളുടെ കാര്യത്തിൽ. അത് എല്ലായിടത്തൊന്നും ഈ പറഞ്ഞ പോലെ പിടിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കൺട്രോൾ ആയിട്ടില്ല സത്യം പറഞ്ഞു. ഞാൻ കുറച്ച് മുന്നേ മുടിവെട്ടാൻ പോയപ്പോ മുടിവെട്ടുകടയിലെ ചേട്ടൻ്റെ അടുത്ത് ഈ കാര്യം പറയുമായിരുന്നു. അപ്പോ ഡോക്യുമെന്ററിയുടെ കാര്യം പറയുമ്പോൾ ആ ചേട്ടനും പറഞ്ഞ പോയിന്റാണ്, പ്ലാസ്റ്റിക് നിരോധിച്ച് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ടൈമാണ്. എന്നാലും പ്ലാസ്റ്റിക് വേസ്റ്റ് എവിടെയും കുറയുന്നില്ല. കടകളാണെങ്കിലും 50 പൈസയുടെ കവർ തന്നെ ഉണ്ട് എല്ലായിടത്തും. അതെ, നമ്മൾ ഏത് കടയിൽ ചെന്നാൽ അത് വിസിബിൾ ആയിട്ട് പണ്ടത്തെ പോലെ വെക്കണില്ല എന്നുള്ളൂ. നമ്മളൊരു സാധനം വാങ്ങി ആ കവറിൽ തന്നെയാണ് ഇപ്പോഴും ഇട്ട് വരുന്നത്. ആളുകൾ എന്നാലും അവരുടെ ഒരു കംഫർട്ടബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവരൊന്നും സംസാരിക്കില്ല. സത്യം പറഞ്ഞ ഇപ്പൊ നമ്മളൊരു കടയിൽ പോകുമ്പോ നമ്മുടെ അടുത്ത് നമ്മൾ സ്ഥിരം ഷോപ്പ് ചെയ്യാൻ പോവാണെന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സഞ്ചി കൊണ്ടുപോയാൽ മതി. അതെ, പിന്നെ അതുപോലെ തന്നെ മലയാളിയുടെ മതിലിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും ഒക്കെ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ആ ഷെയറിംഗ് മെന്റാലിറ്റി മാറി. അത് ശരിക്കും ഇവർക്കേ മനസ്സിലാവുള്ളൂ. അതെ അതെ, ഫുഡ് വേസ്റ്റേജ് ആണ് കാര്യം. അതിലിപ്പോ ചേട്ടൻ ഒരു ചക്കയുടെ എക്സാമ്പിൾ വെച്ചാണ് പറയുന്നത്. ഇപ്പൊ നമ്മള് ഫുള്ള് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് തിന്നു കഴിഞ്ഞാൽ ബാക്കി അവിടെ ഇടും. പിന്നെ അത് വേസ്റ്റിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഈ ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യുമ്പോഴും ഞാൻ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഈ മീൻ മുളക് വരട്ടി വെച്ചത്, ചിക്കൻ. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ കുറെ വേസ്റ്റ് വരുവാണ്. ഇപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ളതല്ല. നമ്മളിപ്പോ അത് സത്യം പറഞ്ഞ ആളുകൾ അതിനെക്കുറിച്ച് ആളുകള് ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമ്മളൊരു മന്തി വാങ്ങുകയെന്ന് വിചാരിക്കും, 2 പേരെ ഉള്ളൂങ്കിൽ ഒരു ഫുൾ മന്തി വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പകുതി വേസ്റ്റാ. ഒരു സൈഡിൽ ഭക്ഷണം കിട്ടാത്ത ആളുകളുണ്ടെന്ന് ആലോചിക്കണം. അതാണ് ഇവിടെ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. ഒരു സ്ഥലത്ത് ഭക്ഷണം നിറയെ വേസ്റ്റ് ആവുന്നു. ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും
ആണെങ്കിലും ഇപ്പൊ വേസ്റ്റ് മാനേജ്മെന്റും ട്രാഫിക് റൂൾസും പോലെയുള്ള സംഭവങ്ങൾ നമ്മൾ അധികം ഹൈലൈറ്റ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതൽ ബേസിക് ആയിട്ട് വേണ്ടത് ഈ സംഭവങ്ങളാണ്. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാ ദിവസവും ചെയ്യുന്നതുകൊണ്ട് അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം നമ്മളൊന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ അതിൽ ആ ചേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പല വീട്ടുകാർക്കും കാശ് പിന്നത്തര എന്ന് പറഞ്ഞ് കാശ് കൊടുക്കാനും മടിയാണ്. മലയാളി വലിയ വലിയ ഹോട്ടലിൽ പോകുമ്പോൾ വലിയ ടിപ്പൊക്കെ കൊടുക്കും, പക്ഷെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒന്നും കൊടുക്കൂല എന്നല്ലേ. ഉറപ്പായിട്ടും ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെയും മനസ്സിലൊരു ആളുകളെ കാറ്റഗറൈസ് ചെയ്ത് കാണുന്ന ഒരു രീതിയുണ്ട്. ഞാനിപ്പോ ഡോക്യുമെന്ററി ഇറക്കുന്നതിന് മുന്നേ കുറച്ച് ആളുകളെയൊക്കെ കാണിച്ചപ്പോ എനിക്ക് കിട്ടിയ കുറച്ച് ഒപ്പീനിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അടുത്ത് ചോദിച്ചു, ഇവര് കാശിന് വേണ്ടിയല്ലേ ജോലി ചെയ്യണം, പിന്നെ വലിയ പുണ്യപ്രവൃത്തി പോലെ എന്തിനാ പറയുന്നേ എന്ന് ചോദിച്ച ആളുകളുണ്ട്. നമ്മളിപ്പോ കാശ് എന്നുള്ള മാറ്റർ അല്ല, ഈ ജോലി ചെയ്യാൻ വോളണ്ടിയറിൽ റെഡി ആവണ ആൾക്കാർ വേണം. നമ്മളൊരു ചെറിയ മണം വന്നാൽ മൂക്ക് കുത്തിപ്പോകുന്ന ആളുകളാണ്. അപ്പൊ ഇവരത് വർഷങ്ങളായിട്ട് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ജോലി ചെയ്യണതിനെ കുറിച്ച് നമ്മൾ ഈ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. ശരിക്കും എന്റെ അഭിപ്രായത്തിൽ ഈ കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ, വിശിഷ്ട വ്യക്തികളൊക്കെ വന്ന് സംസാരിക്കുക. അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമൂഹത്തിൽ വളരെ ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള ആളുകളെയും കൊണ്ടുപോയിട്ട് ക്ലാസ് എടുപ്പിച്ചു കൊടുക്കണം. അതെ, ഉറപ്പായിട്ടും. കാര്യം എപ്പോഴും നമ്മൾ ഈ വലുതായിട്ടുള്ള സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ വലിയ സ്ഥാനത്തിരിക്കുന്ന എന്ന് പറയുന്ന ആളുകളോ അല്ലാതെ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളെയൊക്കെ കൊണ്ടൊന്ന് സംസാരിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സ്ഥലം, ഇപ്പൊ സിറ്റി ആണെങ്കിൽ സിറ്റി വർക്ക് ചെയ്യുന്നതെന്ന് ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലും മറ്റാളുകൾക്കാണെങ്കിലും മനസ്സിലാവും. അതെ, എന്താണെങ്കിലും വലിയൊരു കൈയടി. അതായത് ആ ഒരു അടച്ച് ആക്ഷേപിക്കപ്പെടുന്ന ഒരു ജനറേഷനിൽ നിന്നും താങ്കൾ ഇത്രയും വലിയൊരു മാതൃകയുമായിട്ട് അതിന് ഇത്ര എഫേർട്ട് എടുത്ത് വെളുപ്പിനും രാത്രിയും അവരുടെ കൂടെ പോയി അത് ചെയ്തതിനും സമൂഹത്തിനൊരു മാതൃകയാക്കി മുന്നോട്ട് വെക്കുന്നതിനും വളരെ വളരെ വലിയ അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഇതേതെങ്കിലും ഫെസ്റ്റിവലിലേക്കൊക്കെ വിടുന്നുണ്ടോ? ഫെസ്റ്റിവൽസിന് വിടാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ മെയിൻലി നമ്മുടെ IDSSFKയിലാണ് വിടണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം. പൊളിയല്ലേ? അപ്പോൾ അൺസങ് ഹാൻഡ്സ് എടുത്തു നോക്കിക്കോളൂ, യൂട്യൂബിൽ കണ്ടോളൂ. ആൻഡ് ഇനി ജെൻസി അടച്ചു കുറ്റം പറയരുത്. ഇങ്ങനത്തെ മിടുക്കന്മാരും സോഷ്യലി കമ്മിറ്റഡ് ആയവരും ഉണ്ട് അവരുടെ കൂട്ടത്തിൽ, വിവരമുള്ളവരും. ആൻഡ് ഇന്ന് മുതൽ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ വരുന്നവർക്ക് കാശ് കൊടുക്കാതിരിക്കരുത് കേട്ടോ, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരാണെന്ന് ഓർമ്മിപ്പിക്കുന്നത് ഞാൻ നീന. ഇത് ടൈം പാസ് ഓൺ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി.